പുതിയതല്ലേ? ഇത് കൊള്ളാലോ. ടീച്ചർ കോട്ടൺ സാരി മാത്രമേ എടുക്കുള്ളൂ അല്ലേ? എനിക്കതാ ഇഷ്ടം. ആ, അതാവുമ്പോ വിലക്കുറവുണ്ടല്ലോ. 100 150 കൊടുത്താൽ മതിയല്ലോ. ഞാൻ വില കൂടിയ സാരികളൊക്കെ ഉടുത്തു കാണണമെന്ന് ടീച്ചർക്ക് ആഗ്രഹമുണ്ടോ? അതുകൊണ്ട് പറഞ്ഞതല്ല. രത്നമ്മ ടീച്ചറിന്റെ കോട്ടൺ സാരി തന്നെ ചേർച്ച. നല്ല ഭംഗിയാ ടീച്ചർ കോട്ടൺ സാരി ഉടുത്ത് കാണാൻ. നമുക്കും കൂടി കോട്ടൺ സാരി തന്നെ മതിയെന്ന് തോന്നും. അതുകൊണ്ടാണല്ലോ രത്നമ്മ ടീച്ചറിന്റെ കോട്ടൺ സാരി എന്നൊരു ഇരട്ട പേര് വീണത്. രത്നമ്മ ടീച്ചറിന് അടുത്ത പീരീഡ് ക്ലാസ് ഉണ്ടോ? ഉണ്ട്, 6th B. ടീച്ചറിനോ? എനിക്ക് 5 A. രത്നമ്മ ടീച്ചറിന് ഒരു ഫോൺ. HMന്റെ ഓഫീസിലോട്ട് വന്നത്. ഹോൾഡ് ചെയ്യുക. എക്സ്ക്യൂസ് മീ ടീച്ചർ. ഹസ്ബൻഡാ. രത്നമ്മ ടീച്ചറിന്റെ ക്ലാസ്സിൽ നിന്നുള്ള പൈസയും കണക്കൊന്നും കിട്ടിയില്ലല്ലോ, റിലീഫ് ഫണ്ടിന്റെ. ഒന്ന് സംസാരിച്ചിട്ട്. ഹലോ, താൻ വേഗം ഇങ്ങോട്ടൊന്ന് വരണം. എന്താ വിജയേട്ടാ? ഒരു പ്രശ്നമുണ്ട്. എന്താന്ന് പറ. ലീവ് എടുക്കണോ വേണ്ടോന്ന് അറിയണ്ടേ? ഒരു ഹാഫ് ഡേ എടുത്തോ. നമുക്ക് കുടയത്തൂർ വരെ ഒന്ന് പോണം. എന്തിനാ വിജയേട്ടാ? ഗോവിന്ദൻകുട്ടിയുടെ അമ്മ മരിച്ചു. അയ്യോ, മരിച്ചെന്നോ? നമ്മൾ 2 മാസം മുമ്പ് കണ്ടതല്ലേ? എന്ത് പറ്റിയതാ വിജയേട്ടാ? അറിയില്ല. നമുക്ക് ഉടനെ അങ്ങോട്ട് പോകണം. ഗോവിന്ദൻകുട്ടി എന്നെ വിളിച്ചു പറഞ്ഞതാ. പോവാതെ പറ്റില്ല. ഞാൻ ഇപ്പൊ തന്നെ വരാം വിജയേട്ടാ. ഞാൻ കാറായിട്ട് സ്കൂളിലോട്ട് വരാം. അവിടെ നിന്ന് ഒരുമിച്ച് പോവാം. റെഡി ആയിട്ട് നിന്നാ മതി. ശരി വിജയേട്ടാ.